ഹായ് ഹലോ ഡിയർ ആസ്പിരൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയറിൽ ചെയ്തത്. ഇന്ന് നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യുന്നു പ്രീവിയസ് ഇയറിൽ തന്നെ. ക്വസ്റ്റ്യൻ നമ്പർ 11, നാച്ചുറൽ കെസീൻ ഫോർ ദി സോസേജ് പ്രിപ്പറേഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം. സോസേജ് പ്രിപ്പറേഷനിൽ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് നാച്ചുറൽ കേസിംഗ്. നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു അല്ലെ, ക്യുവേർഡ് മീറ്റ് പ്രൊഡക്ട്സിന് എക്സാമ്പിൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു അല്ലെ. അതിലൊരു ഓപ്ഷൻ പറഞ്ഞപ്പോൾ ഞാൻ സോസേജിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. സോസേജ് ഉണ്ടാക്കുമ്പോൾ അതിനെ കോട്ട് ചെയ്തിട്ടുള്ളത് ഒരു സ്കിൻ ലെയർ ആണ്. സ്കിൻ ലെയർ പോലെയുള്ള ഒരു കവറിംഗ് ലെയർ ഉപയോഗിക്കാറുണ്ട്. അത് ാണ് നമ്മൾ കേസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, കേസിംഗ് രണ്ട് തരത്തിലാണുള്ളത്. നാച്ചുറൽ കേസിങ്ങും ആർട്ടിഫിഷ്യൽ കേസിങ്ങും ആണുള്ളത്. നാച്ചുറൽ കേസിംഗ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ മെറ്റീരിയൽ, നാച്ചുറൽ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഷീപ്പിന്റെ ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസ, ഇൻഡസ്റ്റൈൻ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഇൻഡസ്റ്റൈൻ എന്ന് പറഞ്ഞൊരു ലൂമൻ ഉള്ള ഒരു ഓർഗൻ ആണ്. ലൂമൻ എന്ന് പറഞ്ഞാൽ നടുവിൽ ഓട്ടയുള്ള ഒരു വെസല് പോലെയുള്ള സ്ട്രക്ചറാണ്. അതിന് 4 ലെയേഴ്സുകളാണ് അത്തരം ലൂമൻ ഉള്ള വെസൽസുകൾക്ക് ഉണ്ടായിരിക്കുക. ഏറ്റവും ഉള്ളില് മ്യൂക്കോസ, ദെൻ സബ് മ്യൂക്കോസ, ദെൻ മസ്കുലാരിസ്, ഔട്ടർ മോസ്റ്റ് ലെയർ ഈസ് കോൾഡ് സെറോസ. അങ്ങനെ 4 ലെയേഴ്സുകളാണുള്ളത്. അതിലെ സബ് മ്യൂക്കോസ ലെയേഴ്സ് ആണ് കൂടുതലായിട്ടും കെസീങ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ഷീപ്പ്, ബീഫ്, അതുപോലെ തന്നെ പിഗ്, ഇവരുടെ ഒക്കെ ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസ, എങ്ങനെയുള്ള മ്യൂക്കോസ, സബ് മ്യൂക്കോസ ലെയർ ഉപയോഗിച്ചുകൊണ്ടാണ് നാച്ചുറൽ കെസീങ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഹിയർ ആൻസർ ഈസ് intestinal submucosa. Natural casing for the sausage preparation is derived from intestinal submucosa. അപ്പോൾ ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേസിംഗ് ഉണ്ട് അല്ലെ. നാച്ചുറൽ കേസിങ്ങിന് എക്സാമ്പിൾ ആണ് ഇൻഡസ്റ്റൈനൽ സബ്മ്യൂക്കോസ. ആർട്ടിഫിഷ്യൽ കേസിങ്ങിന് എക്സാമ്പിൾ ആണ് കൊളേജനും സെല്ലോസും. ഇവിടെ ഓപ്ഷൻ ബിയും ഡിയും കണ്ടിരുന്നോ? കൊളേജനാണും അതുപോലെ തന്നെ ഡി ഓപ്ഷൻ ആയിട്ടുള്ള സെല്ലുലോസും ആർട്ടിഫിഷ്യൽ കേസിങ്ങിന് എക്സാമ്പിൾസ് ആണ്. ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി സോസേജ് പ്രിപ്പറേഷൻ. അതാണ് ഈ ക്വസ്റ്റിന്റെ ഇമ്പോർട്ടൻസ്. 2015 ഈ ചോദ്യം വന്നിരിക്കണം കേട്ടോ. 2015 ചോദ്യമായിരുന്നു. സിമ്പിൾ ആണ്, ഡയറക്റ്റ് ചോദ്യമാണ്. A test to differentiate, question number 12, a test to differentiate jaundice and carotene pigmentation of meat. Option A, Rasasurin test. Option B, peroxide test. Option C, Remington and Fowry's test. Option D, Rothera test. 4 ടെസ്റ്റുകളുടെ പേരുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏത് ടെസ്റ്റാണ് ജോണ്ടിസിനെയും കരോട്ടിൻ പിഗ്മെന്റേഷനെയും മനസ്സിലാക്കാൻ, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്? ഇപ്പൊ മീറ്റിന്റെ ക്വാളിറ്റി ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചില കെമിക്കൽ മെത്തേഡ്സുകൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു അല്ലെ, മാലക്കൈറ്റ് ഗ്രീൻ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ബ്ലീഡിങ്ങിന്റെ എഫിഷ്യൻസി കണ്ടെത്താൻ വേണ്ടി. അപ്പൊ അതുപോലെ ജോണ്ടിസും കാരോട്ടിൻ പിഗ്മെന്റേഷനും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മീറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ടെസ്റ്റാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ചോദ്യം. റസാസുറിൻ ടെസ്റ്റ് ഉപയോഗിക്കുന്നത് മിൽക്കിന്റെ ക്വാളിറ്റി ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ഇസ് എ ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ഫോർ ഡിറ്റക്ടിങ് മിൽക്ക് ക്വാളിറ്റി ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് റസാസുറിൻ ടെസ്റ്റ്. ഒരു ഡൈ റിഡക്ഷൻ ടെസ്റ്റ് ആണിത്. ഡൈ റിഡക്ഷൻ ടെസ്റ്റ് ആണ്. പെറോക്സൈഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ, പെറോക്സൈഡ് നമ്മൾ മീറ്റിന്റെ തന്നെ ഫ്രഷ്നെസ് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് പെറോക്സൈഡ് ടെസ്റ്റ്. കമ്മിങ് ക്ലാസ്സുകളിൽ ഞാൻ അതിന്റെ ക്വാളിറ്റി ഡിറ്റക്ഷന്റെ ഏരിയയിൽ ഈ ടെസ്റ്റുകളെ പറ്റി പറയുന്നതായിരിക്കും. റെമിങ്ടൺസ് ആൻഡ് ഫവറീസ് ടെസ്റ്റ് ആണ് നമ്മൾ ജോണ്ടിസ് ഓർ കരോട്ടിൻ പിഗ്മെന്റേഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മീറ്റിൽ ഉപയോഗിക്കുന്ന ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ്. റോത്ര ടെസ്റ്റ് എന്ന് പറയുന്നത് കീറ്റോൺ ബോഡീസ് അല്ലെ, കെമിസ്ട്രിക്കാർ പഠിച്ചിട്ടുണ്ട്, MSc കെമിസ്ട്രിക്കാരൊക്കെ പഠിച്ചിട്ടുണ്ട്. കീറ്റോൺ ബോഡി ഡിറ്റക്ഷൻ, യൂറിനിലുള്ള കീറ്റോൺ ബോഡീനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് റോത്ര ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹിയർ ആൻസർ ഈസ് റെമിങ്ടൺസ് ആൻഡ് ഫൗറീസ് ടെസ്റ്റ് ആണ് ഇവിടുത്തെ ആൻസർ. അതാണ് ജോണ്ടിസിനെയും കരോട്ടിൻ പിഗ്മെന്റേഷനും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മീറ്റിൽ ഉപയോഗിക്കുന്ന ടെസ്റ്റ്. അപ്പൊ അതെന്താന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മൾ 2 ഗ്രാം മീറ്റ് ആണ് എടുക്കുന്നത്. 2 ഗ്രാം മീറ്റ് എടുക്കുന്നു. അതിലോട്ട് 5 ml 5% സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് ചൂടാക്കി നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം കൂൾ ചെയ്യാൻ അനുവദിക്കും. കൂൾ ചെയ്തതിന് ശേഷം അതിൽ ഈക്വൽ എമൗണ്ട് ഈതർ ആഡ് ചെയ്യും. ഈതർ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം സെറ്റിൽ ചെയ്യാൻ അനുവദിക്കും. അവിടെ തന്നെ അങ്ങനെ അനങ്ങാതെ വെക്കും, കാരണം കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. അപ്പൊ നമുക്ക് കാണാൻ പറ്റും 2 ലെയറുകളായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ടോപ്പ് ലെയർ ഉണ്ടായിരിക്കും, ഒരു ലോവർ ലെയറും ഉണ്ടായിരിക്കും. ലോവർ ലെയറിൽ, താഴെയുള്ള ലെയറിൽ
യെല്ലോയിഷ് കളർ ആണ് വെച്ചാൽ കാണുന്നത് വെച്ചാൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് ബൈൽ പിഗ്മെന്റ്സ്. ബൈൽ പിഗ്മെന്റ്സ് ആണ് താഴത്തെ ലെയറിൽ മഞ്ഞ കളർ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യണത്. ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദി ജോണ്ടിസ് കണ്ടീഷൻ. ബൈൽ പിഗ്മെന്റ്സിന്റെ ഡെപ്പോസിഷൻ കാരണം ഉണ്ടാവുന്നതാണ് ജോണ്ടിസ്. മഞ്ഞപ്പിത്തം പറയില്ല നമ്മൾ, അതാണ് ഈ ജോണ്ടിസ്, മഞ്ഞപ്പിത്തം. ഓക്കെ, അപ്പൊ കിഡ്നി എഫക്റ്റഡ് ആണ്, ലിവർ എഫക്റ്റഡ് ആണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ജോണ്ടിസിന്റെ കേസിലാണ്. അപ്പോൾ അതാണ് ലോവർ ലെയർ യെല്ലോ കളർ ആവുകയാണ് വെച്ചാൽ അത് ജോണ്ടിസിന് ഇൻഡിക്കേറ്റ് ചെയ്യും. അതേസമയം അപ്പർ ലെയർ, മുകളിലുള്ള ലെയർ ആണ് യെല്ലോ കളർ ആവണമെന്ന് വെച്ചാൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് കരോട്ടിൻ പിഗ്മെന്റേഷൻ. അപ്പൊ എവിടെയാണ് യെല്ലോ കളർ ഫോം ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ച് നമുക്ക് ജോണ്ടിസ് ആണോ കരോട്ടിൻ പിഗ്മെന്റേഷൻ ആണോ എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് 2021 ചോദിച്ച ചോദ്യമാണ്. 2021 സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന് ചോദിച്ച ചോദ്യമാണ്. റിമിംഗ്ടൺ ഫൗറീസ് ടെസ്റ്റ് ഈസ് ദ ടെസ്റ്റ് യൂസ്ഡ് ടു ഡിഫറൻഷിയേറ്റ് ജോണ്ടിസ് ആൻഡ് കരോട്ടിൻ പിഗ്മെന്റേഷൻ ഓഫ് മീറ്റ്. ഇത് ഓർത്തു വെക്കുക, ഡയറക്റ്റ് ചോദ്യമാണ്, സിമ്പിൾ ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 13. Tryptase relatively high in. Tryptase relatively high in. Option A, pork. Option B, poultry meat. Option C, lamb. Option D, beef. 2021 സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ചോദ്യമാണ്. ട്രിപ്ലോസ് ഏതിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്? അപ്പൊ ട്രിപ്ലോസ് എന്താണെന്ന് നമ്മൾ അറിയണം. അപ്പൊ ട്രിപ്ലോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് പർജ്. പർജ് എന്നാണ് നമ്മൾ പറയുന്നത്, പർജ്. ഇപ്പൊ പർജ് കൂടുതലായിട്ട് കാണുന്നത്, പർജ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പ്രോട്ടീൻ ആണ്. ട്രിപ്ലോസ് അല്ലെങ്കിൽ പർജ് എന്നാണ് പറയുന്നത്. അതെന്ന് പറഞ്ഞാല് നമ്മൾ ഒരു ഫ്രഷ് ആയിട്ടുള്ള മീറ്റ് വെറുതെ വെക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള മീറ്റിൽ നിന്ന് ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫ്ലൂയിഡ് ഊസ് ഔട്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. അങ്ങനെ ഊസ് ഔട്ട് ചെയ്യുന്ന, റിലീസ് ചെയ്യുന്ന പ്രോട്ടീൻ റിച്ച് ഫ്ലൂയിഡിനെ പറയുന്ന പേരാണ് ഡ്രിപ്പ് ഓർ പർജ് എന്ന് പറയുന്നത്. ഹൈ പ്രോട്ടീൻ ഫ്ലൂയിഡ് ദാറ്റ് ഈസ് ലോസ്റ്റ് ഫ്രം ദി ഫ്രഷ് മീറ്റ് വിത്തൗട്ട് എനി ആഡഡ് മെക്കാനിക്കൽ ഫോഴ്സ് അതർ ദാൻ എക്സെപ്റ്റ് ഗ്രാവിറ്റി. ഗ്രാവിറ്റി വഴി കുറച്ചീശ വെള്ളം ഇങ്ങനെ ഊർന്നു, വെള്ളം എന്നല്ല പറയുന്നത്, ഒരു ഫ്ലൂയിഡ് മെറ്റീരിയൽ ഊർന്നു പോകാൻ നമുക്ക് കാണാൻ പറ്റും. എവിടെ നിന്ന്? മീറ്റിൽ നിന്ന്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡ്രിപ്പ് ലോസ് എന്ന് പറയുന്നത്. ഡ്രിപ്പ് ലോസ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സോഴ്സ് ആണ് അത്, പ്രോട്ടീൻ റിച്ച് സോഴ്സ് ആണ് അത്. അത് ശരിക്കും പറഞ്ഞാൽ ന്യൂട്രീഷണൽ ലോസ് ആണ് ശരിക്കും. അപ്പൊ ഇത് ഏതിലാണ് കൂടുതലായിട്ട് കാണാന്നുള്ളത്? പല ഫാക്ടേഴ്സ് കൊണ്ടാണ് ഡ്രിപ്പ് ലോസ് ഉണ്ടാവാറുള്ളത്. ഫോർ എക്സാമ്പിൾ, ടെമ്പറേച്ചർ കൂടുതലുള്ള സ്ഥലത്താണ് വെച്ചാൽ, ടെമ്പറേച്ചർ കൂടുതലുള്ളതാണ് വെച്ചാൽ അവിടെ ഡ്രിപ്പ് ലോസ് കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. ഡ്രിപ്പ് ലോസ് ഹൈ ഇൻ ദ കേസ് ഓഫ് ഹൈ ടെമ്പറേച്ചർ കണ്ടീഷൻസിൽ, ഹൈ സ്റ്റോറേജ് ടെമ്പറേച്ചർ കണ്ടീഷൻസിലൊക്കെ ഡ്രിപ്പ് ലോസ് കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. ദെൻ ടൈപ്പ് ഓഫ് പാക്കേജിങ്, ഏത് തരം പാക്കേജിംഗ് ആണ് എന്നുള്ളതിനനുസരിച്ച് ഡ്രിപ്പ് ലോസ് മാറാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ വാക്വം പാക്കേജിംഗിൽ ഡ്രിപ്പ് ലോസ് കൂടുതലാണ്. അതേസമയം മോഡിഫൈഡ് അറ്റ്മോസ്ഫറിക് പാക്കേജിംഗിലാണ് വെച്ചാൽ ഡ്രിപ്പ് ലോസ് കുറവായിരിക്കും. അപ്പൊ പാക്കേജിങ്ങിനെ എഫക്ട് ചെയ്യും, സ്ട്രെസ് കണ്ടീഷൻസിനെ എഫക്ട് ചെയ്യും, പി എച്ച് എഫക്ട് ചെയ്യും. ഇതെല്ലാം ഫാക്ടേഴ്സ് ആണ്. ദെൻ അതുപോലെ തന്നെ തിക്നെസ് ഓഫ് ദി മീറ്റ്, ഇതെല്ലാം ഡ്രിപ്പ് ലോസിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതിലാണ് ഏറ്റവും കൂടുതൽ ഡ്രിപ്പ് ലോസ് കാണുന്നത്? ഇപ്പൊ ആൻസർ ഈസ്, ഇവിടുത്തെ ആൻസർ വരുന്നത് ബീഫിലാണ്. ബീഫാണ് ഡ്രിപ്പ് ലോസ് ഏറ്റവും കൂടുതൽ റിലേറ്റീവ്ലി ഹൈ ആയിട്ടുള്ളത്. ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് ബീഫിലാണ് ഡ്രിപ്പ് ലോസ് കൂടുതലായിട്ട് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 14. PSC condition of pork is caused due to. PSC condition of pork is caused due to. Option A, short-term pre-slaughter stress. Option B, chronic stress. Option C, rapid decline of muscle pH. Option D, both A and C. ഇപ്പൊ എന്താണ് ഇവിടെ PSC കണ്ടീഷൻ നമ്മൾ അറിയണം. PSC എന്ന് പറഞ്ഞാൽ പെയിൽ സോഫ്റ്റ് എക്സ്യൂഡേറ്റ് എന്നാണ് പറയുന്നത്. എന്താ പറയാ? പെയിൽ സോഫ്റ്റ് എക്സ്യൂഡേറ്റ് പോർക്കിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ഇത് ശരിക്കും ഒരു അബ്നോർമാലിറ്റി ആണ്, മീറ്റിൽ വരുന്ന അബ്നോർമൽ കണ്ടീഷനാണ്. കളറ് മാറുക, കൺസിസ്റ്റൻസി മാറുക, അതിന്റെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി, കുക്കിംഗ് കപ്പാസിറ്റി ഓർ കുക്കിംഗ് എഫിഷ്യൻസി, ഇതെല്ലാം മാറുന്ന ഒരു കണ്ടീഷനാണ് PSC കണ്ടീഷൻ. അപ്പൊ എന്താണ് ഇതിന് കാരണം? അക്യൂട്ട് ആയിട്ടുണ്ടാവുന്ന സ്ട്രെസ്. അക്യൂട്ട് ആയിട്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ? ഷോർട്ട് ടേം, ഒരു പർട്ടിക്കുലർ കുറച്ച് സമയത്തേക്ക് മാത്രം ഒരു സ്ട്രെസ് ഉണ്ടാവുമ്പോൾ ഇവരിൽ ഉണ്ടാകുന്ന മസിൽസിലുള്ള ചേഞ്ചസ് ആണ്. PH കുറയുകയാണ് ഇവിടെ സംഭവിക്കുന്നത്. PH കുറയുകയാണ് സംഭവിക്കുന്നത്. ഇവിടെ PH വരുന്നത് 5.2
എന്ന് പറഞ്ഞിട്ടുള്ള ഒരു pH ലാണ് ഈ ഇത്തരം കണ്ടീഷൻസ് കോമൺ ആയിട്ട് കാണുന്നത്. 5.2 ലോ pH ൽ അവിടെ ഗ്ലൈക്കോളിസിസ് ഓൾട്ടർ ചെയ്യുകയും മസിൽസ് മീറ്റായി മാറുന്ന ആ കണ്ടീഷനിൽ ഈ പറഞ്ഞിരിക്കുന്ന PSC ഫോം ചെയ്യും. പെയിൽ സോഫ്റ്റ് എക്സുഡേറ്റ്സുകൾ ഉണ്ടാവുകയും പോർക്കിന്റെ കളറ്, കൺസിസ്റ്റൻസി ഇതെല്ലാം മാറുന്നതിന് കാരണമായി മാറും. അപ്പൊ പലപ്പോഴും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഹാർഡായിട്ടുള്ള മീറ്റാണ് നമുക്ക് കിട്ടുക. ഒരുപാട് നേരം കുക്ക് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പ്രോപ്പർ ആയിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കുക്കിംഗ് എഫിഷ്യൻസി ഭയങ്കര ഹയർ ആയിരിക്കും. അതുപോലെ തന്നെ മീൻസ് കുക്കിംഗ് എഫിഷ്യൻസി മോശമായിരിക്കും. ദെൻ ഹയർ കുക്കിംഗ് ലോസ് ഉണ്ടായിരിക്കും. ഹാർഡ് ആയിട്ടുള്ള മീറ്റ് ആയിരിക്കും നമുക്ക് കഴിക്കാൻ കിട്ടുക. പാലറ്റബിലിറ്റി, അതിന്റെ കളറ്, കൺസിസ്റ്റൻസി, വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഇതൊക്കെ ഓൾട്ടർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇവിടെ PSC കണ്ടീഷൻ ഓഫ് പോർക്ക് ഈസ് കോസ്റ്റ് ഡ്യൂട്ടി, ഇതിന് കാരണക്കാരൻ എന്ന് പറയുന്നത് അക്യൂട്ട് സ്ട്രെസ് ആയിരിക്കും, PH-ലുള്ള കുറവായിരിക്കും. അപ്പോൾ ഓപ്ഷൻ എ ഷോർട്ട് ടേം പ്രീ സ്ലോട്ടർ സ്ട്രെസ് ആസ് വെൽ ആസ് റാപ്പിഡ് ഡിക്ലൈൻ ഓഫ് മസിൽ PH. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. ആൻസർ ഈസ് ബോത്ത് A and C. That is option A short term pre-slaughter stress and option C rapid decline of muscle pH. Here answer is D. 2015 ചോദ്യമാണ്, നല്ലൊരു ചോദ്യമാണ് ഇത്. PSC കണ്ടീഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മൾ പഠിക്കുന്നതാണ്. ദെൻ ഈ PSC പറയുന്നതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ദർ ഇസ് അനദർ കണ്ടീഷൻ കോൾഡ് DFD. ഡ്രൈ ഫേം ഡാർക്ക് ഫേം ഡ്രൈ മീറ്റ്. DFD ഡാർക്ക് ഫേം ഡ്രൈ മീറ്റ്. ഇത് സാധാരണ ബീഫിലാണ് കൂടുതലായിട്ട് കാണുന്നത്. PSCയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് DFD വരുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ്, പ്രൊലോങ്ഡ് ആയിട്ടുള്ള കുറേ നേരത്തേക്കുള്ള, ഷോർട്ട് ടേം അല്ല, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ലോങ് ടേം ആയിട്ടുള്ള പ്രീ സ്ലോട്ടർ സ്ട്രെസ് കാരണം ഉണ്ടാവുന്നതാണ്. ഇവിടെ PH കൂടുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ PH വരുന്നത് 6.2. PH 6.2 കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് അപ്പോസിറ്റ് ടു ദ PSC കണ്ടീഷൻ. അപ്പൊ ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുക്കിംഗ് എഫിഷ്യൻസിയിലുള്ള വേരിയേഷൻസ് ഉണ്ടാവും, കളറ് മാറാം, അതിന്റെ കൺസിസ്റ്റൻസി മാറാം, ഹാർഡ്നെസ്, അതൊക്കെ സാധ്യതയുണ്ട്. കാരണങ്ങൾ മീൻസ് അതിന്റെ എഫക്ട്സ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പൊ DFDയുടെ കാരണം കൊണ്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും ഓർമ്മയിൽ വെക്കുക. ഇതിലേതെങ്കിലും ഒരു ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. PSCയും അതുപോലെ തന്നെ DFDയും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15. പിക്ക് ഔട്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ്. നമുക്കറിയാം പുതിയ PSC പ്രകാരം ഫുള്ള് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകളാണ്. നമ്മളെ കറക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് കണ്ടിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റിൽ ഒരു ചോദ്യമാണ് 2015 വന്നത്. നല്ലൊരു ചോദ്യമാണിത്. ഓപ്ഷൻ A, the first transgenic cow, Rosie, produced human protein enriched milk. The first transgenic cow, Rosie, produced human protein enriched milk. Option B, green rotten egg is mainly caused by Pseudomonas fluorescens. Option C, bloom is the term used for the preservation of meat using salt. Option D, pork and poultry meat are more susceptible to rancidity as they are rich in unsaturated fatty acids than meat. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ ഓരോ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ട്രാൻസ്ജെനിക് കൗവിന്റെ പേരാണ് റോസി. റോസിയുടെ പെക്യുലാരിറ്റി എന്താ വെച്ചാൽ ദേ ഹാവ് ദ എബിലിറ്റി ടു പ്രൊഡ്യൂസ് ഹ്യൂമൻ പ്രോട്ടീൻ ഇൻ മിൽക്ക്. അവരുടെ മിൽക്കിൽ, സാധാരണ കൗ മിൽക്കിൽ കൗവിന്റെ പ്രോട്ടീൻസുകളാണ് ഉണ്ടാവുക, ഹ്യൂമൻ പ്രോട്ടീൻസുകൾ ഉണ്ടാവില്ല. ഈ ട്രാൻസ്ജെനിക് എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്ജെനിക് എന്ന് പറഞ്ഞാൽ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. അതായത് അവരെ മാറ്റിയെടുക്കുകയാണ്, ഒരു പർട്ടിക്കുലർ ജീൻ ഓർ പർട്ടിക്കുലർ ക്യാരക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിൽ ഇപ്പോൾ എനിക്ക് എൻ്റെ ജീനോം നോക്കുകയാണെന്ന് വെച്ചാൽ ഓർമ്മശക്തി കൂടുതലുള്ള ജീനോംസ് ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളിൽ ഓർമ്മശക്തി കുറവുള്ള ജീനോമാണ് ഉള്ളതെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ആ ജീനിനെ എടുത്തിട്ട് മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ഓർമ്മശക്തിയുള്ള ജീനുകളെ എടുത്ത് ഐസൊലേറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് ആ ഒരു ജീൻ അവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്കും എന്താവും? കൂടുതൽ ഓർമ്മശക്തി ഉള്ളതായിട്ട് മാറും. ഇതേ മെത്തഡോളജിയാണ്. ഇതിനെ നമ്മൾ റീകോമിനന്റ് DNA ടെക്നോളജി, ബയോടെക്നോളജി പഠിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും അല്ലെ? റീകോമിനന്റ് DNA ടെക്നോളജി എന്നൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ ജനറ്റിക് മോഡിഫിക്കേഷൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ജനറ്റിക്കലി മോഡിഫൈ ചെയ്തിട്ടുള്ള ആനിമലാണ്, ഒരു കൗ ആണ് റോസി എന്നിട്ടുള്ള. റോസിക്ക് എന്തിനുള്ള പ്രോപ്പർട്ടി ഉണ്ടായിരുന്ന അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്കില് ഹ്യൂമൻ പ്രോട്ടീൻസ് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ട്രാൻസ്ജെനിക് കൗ, റോസി, പ്രൊഡ്യൂസ്ഡ് ഹ്യൂമൻ പ്രോട്ടീൻ എൻറിച്ച്ഡ് മിൽക്ക്. അപ്പൊ ഓപ്ഷൻ E കറക്റ്റ് ആണ്.
കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ ബി, ഗ്രീൻ റോട്ട് ഇൻ എഗ് ഈസ് മെയിൻലി കോസ്ഡ് ബൈ സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ്. ഇപ്പൊ ഗ്രീൻ റോട്ട് എന്ന് പറയുന്നത് ഒരു ഗ്രീൻ കളറേഷൻസ് ഫോം ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ, എഗ്ഗിന്റെ സ്പോയിലേജ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യമാണ് ഗ്രീൻ റോട്ട് എന്ന് പറയുന്നത്. ചില സ്പോട്ടുകൾ പോലെ അല്ലെങ്കിൽ കളറേഷൻസ് പോലെ ഗ്രീൻ കളറിൽ എഗ്ഗിൽ കാണുന്നതാണ്. അതിന് കാരണക്കാരൻ സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് ആണ്. ഈ ഒരു ഓർഗാനിസം ആണ് ഗ്രീൻ റോട്ടിന് കാരണമാകുന്നത്. അപ്പൊ ഓപ്ഷൻ ബി സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഗ്രീൻ റോട്ട് ഇൻ എഗ്സ് ഈസ് മെയിൻലി കോസ്ഡ് ബൈ സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ്. സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് ആണ് ഇതിന് കാരണം. ഇപ്പൊ ഓപ്ഷൻ ബിയും കറക്റ്റ് ആണ്. ഓപ്ഷൻ സി എന്താ പറഞ്ഞിരിക്കുന്നത്? ബ്ലൂം ഈസ് ദ ടേം യൂസ്ഡ് ഫോർ ദ പ്രിസർവേഷൻ ഓഫ് മീറ്റ് യൂസിങ് സോൾട്ട്. നമ്മൾ മീറ്റിന്റെ പ്രിസർവേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് സോൾട്ട് ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മീറ്റിനെ പ്രിസർവ് ചെയ്യാൻ പറ്റും. ദാറ്റ് മെത്തേഡ് ഈസ് കോൾഡ് ക്യൂവറിംഗ് ഓർ സാൾട്ടിങ് എന്നാണ് പറയുന്നത്, അല്ലാണ്ട് ബ്ലൂം എന്നല്ല. ബ്ലൂം എന്നുള്ള ടേം അല്ല അവിടെ ഉപയോഗിക്കുന്നത്, ക്യൂവറിംഗ് ഓർ സാൾട്ടിങ് ആണ്. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മീറ്റിനെ പ്രിസർവ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ ഡി നമുക്ക് നോക്കാം. പോർക്ക് ആൻഡ് പോൾട്രി മീറ്റ്സ് ആർ മോർ സസെപ്റ്റബിൾ ടു റാൻസിഡിറ്റി ആസ് ദേ ആർ റിച്ച് ഇൻ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ദാൻ മീറ്റ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. റാൻസിഡിറ്റി എന്ന് പറഞ്ഞാൽ മറ്റൊരു ടൈപ്പ് ഓഫ് സ്പോയിലേജ് ആണ്. അവിടെ എന്താ സംഭവിക്കണേ വെച്ചാൽ മീറ്റിലുള്ള ഫാറ്റിന്റെ ഓക്സിഡേഷൻ നടക്കുകയും അത് മീറ്റിനെ അതായത് ഒരു നെഗറ്റീവ് എഫക്ട്സ് ഉണ്ടാക്കുകയും അതിന്റെ എഡിബിലിറ്റിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് എഡിബിലിറ്റി മോശമായി മാറുകയും ചെയ്യും. അപ്പൊ പോർക്കിലും പോൾട്രിയുടെ മീറ്റില് റാൻസിഡിറ്റിക്കുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ അവരില് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് ആണ് കൂടുതലായിട്ടുള്ളത്. എന്താണ് ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്? അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ ഡബിൾ ബോൺസുകളും ട്രിപ്പിൾ ബോൺസുകളും ഉള്ള ഫാറ്റി ആസിഡ്സുകളാണ് നമ്മൾ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് എന്തിനുള്ള പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും? പെട്ടെന്ന് കെമിക്കൽ റിയാക്ഷൻസ് നടന്നിട്ട് അവരെന്തായിട്ട് മാറും? സിംഗിൾ ബോണ്ടഡ് ആയിട്ട് മാറില്ല. കെമിക്കൽ റിയാക്ഷൻസ് കൂടുതലായിട്ട് നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവര് മോർ റിയാക്റ്റീവ് ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ കണ്ടോ, അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് കൂടുതൽ ഉണ്ടാവുമ്പോൾ കൂടുതൽ ഓക്സിഡേഷൻസ് നടക്കും. ദാറ്റ് മീൻസ് റാൻസിഡിറ്റി കൂടുതലായിട്ട് ഉണ്ടാവും. അപ്പൊ അത് അതിന്റെ മീറ്റിനെ എഫക്ട് ചെയ്യും. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. റിച്ചർ ആയിട്ടുള്ള അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ റാൻസിഡിറ്റിയുടെ ചാൻസും കൂടുതലാണ് ആരില്? പോർക്കിലും പോൾട്രിയിലും. അപ്പൊ ഓപ്ഷൻ ഡി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടുത്തെ ആൻസർ വരുന്നത് ആൻസർ സി, ബ്ലൂം ഈസ് ദ ടേം യൂസ്ഡ് ഫോർ ദ പ്രിസർവേഷൻ ഓഫ് മീറ്റ് യൂസിങ് സോൾട്ട്. ഇതായിരുന്നു ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16. യെസ്, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ അത് സൂപ്പർഫിഷ്യൽ ആയിട്ട് പഠിച്ചാൽ മാത്രം നമുക്ക് കിട്ടുന്ന ഒരു ആൻസറും നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും. 2020 ഈ ചോദ്യം വരുന്നത്. എ മീറ്റ് ബോൺ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്നാണ് ചോദിക്കുന്നത്. ബാക്ടീരിയ കാരണമാകുന്ന മൈക്രോ ഓർഗാനിസം ആയിട്ടുള്ള ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു അസുഖത്തിന് എക്സാമ്പിൾ ഏതാണ്? ഓപ്ഷൻ എ ടീനിയാസിസ്, ഓപ്ഷൻ ബി ടോക്സോപ്ലാസ്മോസിസ്, ഓപ്ഷൻ സി സാർക്കോസിസ്റ്റിസ്, ഓപ്ഷൻ ഡി സാൽമണലോസിസ്. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും, എളുപ്പമാണ് അല്ലെ? ഇതിന്റെ ആൻസർ സാൽമണലോസിസ് ആണ്. സാൽമണല്ല ടൈഫി അല്ലെ? സാൽമണല്ലോ ടൈഫി ആണ് ടൈഫോയിഡ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ സാൽമണല്ല ഗാലിനെയർ ആണ് ഫൗൾ ടൈഫോയിഡ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഫുഡ് പോയിസണിങ്ങിന് കാരണം സാൽമണല്ല ടൈഫി ആണ് ടൈഫോയിഡ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ചെറിയ ക്ലാസ്സുകൾ തൊട്ട് പഠിക്കുന്ന കാര്യമാണ് സാൽമണലോസിസ് എങ്ങനെ ഉണ്ടാവുന്നത്. റോ മീറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ പച്ചക്ക് തിന്നുക, അതുപോലെ തന്നെ ഇംപ്രോപ്പർലി കുക്ക് ചെയ്തിട്ടുള്ള മീറ്റ് കാരണമൊക്കെ സാൽമണലോസിസ് ഉണ്ടാക്കാം. ഫുഡ് പോയിസണിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ഓർഗാനിസം ആണ് സാൽമണല്ല എന്ന് പറയുന്നത്. അതേസമയം ടീനിയ, ടോക്സോപ്ലാസ്മ, സാർക്കോസിസ്റ്റിസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇതെല്ലാം ഒരു പാരസിറ്റിക് ഇൻഫെക്ഷൻസിന് എക്സാമ്പിൾ ആണ്. പാരസിറ്റിക് ടീനിയയുടെ കേസ് എടുക്കുകയാണ് ടീനിയ സാജിനേറ്റം, ടീനിയ സോളിയം. ഇങ്ങനെ രണ്ട് ഓർഗാനിസംസ് ആണ്. ഇവര് ടേപ്പ് വേംസ് എന്നാണ് അറിയപ്പെടുന്നത്. ടീനിയ സാജിനാറ്റി ആണ് ബീഫ് ടേപ്പ് വേം എന്നും, ടീനിയ സോളിയാണ് പോർക്ക് ടേപ്പ് വേം എന്നും അറിയപ്പെടുന്നത്. ദെൻ ടോക്സോപ്ലാസ്മോസിസ് ടോക്സോപ്ലാസ്മ ഗോണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗാനിസം ഉണ്ടാക്കുന്നതാണ്. എഗെയിൻ റോ മീറ്റും ഇംപ്രോപ്പർലി കുക്ക്ഡ് ആയിട്ടുള്ള മീറ്റ് കാരണം ഉണ്ടാകുന്ന ഒരു ബാക്ടീരിയ, ഒരു പാരസിറ്റിക് ഇൻഫെക്ഷൻ ആണ് ടോക്സോപ്ലാസ്മോസിസ് എന്ന് പറയുന്നത്. ഇനി സാർക്കോസിസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു പാരസിറ്റിക് ഇൻഫെക്ഷൻ ആണ്. ഹൊമിനിസ്, അതുപോലെ തന്നെ സ്കൈ ഹൊമിനിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗാനിസം കാരണമാണ് സാർക്കോസിസ്റ്റിസ് ഉണ്ടാവുന്നത്. ഓക്കെ,
അപ്പോൾ ഇതെല്ലാം പാരസൈറ്റിക് ഇൻഫെക്ഷൻ എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം ബാക്ടീരിയ ഇൻഫെക്ഷൻ എന്ത് എക്സാമ്പിൾ എന്നാണ്. സാൽമണലോസിസ് ആണ് മീറ്റ് ബോൺ ബാക്ടീരിയ ഇൻഫെക്ഷന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ഈസ് ഡി ആണ്. ഓക്കെ, മറ്റ് ചില ബാക്ടീരിയ ഇൻഫെക്ഷൻസ് ഏതപ്പോൾ ഫോർ എക്സാമ്പിൾ ട്യൂബർകുലോസിസ്, ലെപ്റ്റോസ്പൈറോസിസ്, എലിപ്പനി, ദെൻ അതുപോലെ തന്നെ ആന്ത്രാക്സ്, സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ, സ്റ്റെഫൈലോകോക്കൽ ഇൻഫെക്ഷൻ, ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? നമ്മളുടെ ബാക്ടീരിയൽ മീറ്റ് ബോൺ ഇൻഫെക്ഷൻസിന് എക്സാമ്പിൾ ആണ്. Coming to next question, question number 17. The pink color characteristics of cured meat is due to. വീണ്ടും വന്നു കളറുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം അല്ലെ. കഴിഞ്ഞതിലും ഇതുപോലൊരു ചോദ്യം വന്നിരുന്നു ക്യുവേർഡ് മീറ്റുമായി ബന്ധപ്പെട്ടിട്ട്, അതിന്റെ കളറുമായി ബന്ധപ്പെട്ടിട്ട്. ഇവിടെ അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് പിങ്ക് കളർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്യുവേർഡ് മീറ്റ് ഈസ് ഡ്യൂ ടു. ഓപ്ഷൻ എ മയോഗ്ലോബിൻ, ഓപ്ഷൻ ബി നൈട്രോസിൽ മയോഗ്ലോബിൻ, ഓപ്ഷൻ സി ഹീമോഗ്ലോബിൻ, ഓപ്ഷൻ ഡി നൈട്രോസിൽ ഹീമോക്രോമോജൻ. 2015 ചോദ്യമാണ്. ഈ കളറുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ കുറച്ചായി ഇപ്പൊ കാണുന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചോളൂ, ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മീറ്റിലെ കളറിംഗ് പിഗ്മെന്റ് ആണ് മയോഗ്ലോബിൻ എന്ന് പറയുന്നത്. ക്യൂവറിങ്ങിന്റെ സമയത്ത് ഒന്നെങ്കിൽ സാൾട്ട്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത് സോഡിയം സാൾട്ട്സ് ഓഫ് അല്ലെ, സോഡിയം ക്ലോറൈഡ്, ദാറ്റ് മീൻസ് ഉപ്പ്, സാൾട്ട്, സോഡിയം നൈട്രേറ്റ്, സോഡിയം നൈട്രൈറ്റ്, ഈ 3 കോമ്പൗണ്ട്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മീറ്റിനെ പ്രിസർവ് ചെയ്യുന്നത്. ഈ സമയത്ത് ഈ നൈട്രേറ്റും നൈട്രൈറ്റിൽ നിന്നും നൈട്രിക് ഓക്സൈഡ് ഫോം ചെയ്യാറുണ്ട്. നിങ്ങൾ നേരത്തെ ഒരു ഓപ്ഷൻ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? നൈട്രിക് ഓക്സൈഡ് മയോഗ്ലോബിൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ നൈട്രിക് ഓക്സൈഡ് മയോഗ്ലോബിനുമായിട്ടൊരു കോംപ്ലക്സ് ഫോം ചെയ്യും. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നൈട്രോസിൽ മയോഗ്ലോബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. നൈട്രോസിൽ മയോഗ്ലോബിൻ. അപ്പോൾ നൈട്രിക് ഓക്സൈഡ് മയോഗ്ലോബിനുമായി കൂടിച്ചേർന്നുകൊണ്ട് നൈട്രോസിൽ മയോഗ്ലോബിൻ ഫോം ചെയ്യും. അതാണ് ഓപ്ഷൻ ബി കൊടുത്തിരിക്കുന്നത്, നൈട്രോസിൽ മയോഗ്ലോബിൻ. ഈ നൈട്രോസിൽ മയോഗ്ലോബിന് ബ്രൈറ്റ് റെഡ് കളറാണ്. ബ്രൈറ്റ് റെഡ് കളർ ഓർത്ത് വെക്കുക, ബ്രൈറ്റ് റെഡ് കളറാണ് അവർക്കുള്ളത്, നൈട്രോസിൽ മയോഗ്ലോബിന് ബ്രൈറ്റ് റെഡ് കളർ. ദെൻ നൈട്രോസിൽ മയോഗ്ലോബിൻ ഹീറ്റിംഗ് വഴി എന്തായിട്ട് മാറും? നൈട്രോസിൽ ഹീമോക്രോമോജൻ ആയിട്ട് മാറും. നൈട്രോസിൽ ഹീമോക്രോമോജൻ. അപ്പോൾ നൈട്രോസിൽ മയോഗ്ലോബിൻ ഹീറ്റിങ്ങിന്റെ ഭാഗമായിട്ട് നൈട്രോസിൽ ഹീമോക്രോമോജനായി മാറും. ഈ നൈട്രോസിൽ ഹീമോക്രോമോജന് പിങ്ക് കളറാണുള്ളത്. അപ്പോൾ ഹിയർ ആൻസർ ഈസ് പിങ്ക് കളേർഡ് ആയിട്ടുള്ള നൈട്രോസിൽ ഹീമോക്രോമോജൻ ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ആൻസർ ഈസ് ഡി. The pink color characteristics of cured meat is due to nitrosyl hemochromogen. Answer D. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 18. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. 2021 സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന്റെ ചോദ്യമാണ്. അച്ചീവിംഗ് ഫുഡ് സേഫ്റ്റി ഈസ് എ മൾട്ടി സെക്ടോറൽ എഫേർട്ട് റിക്വയറിംഗ് എക്സ്പെർട്ടൈസ് ഫ്രം ഡിസിപ്ലിൻ സച്ച് ആസ്. ഓപ്ഷൻ എ ടോക്സിക്കോളജി, ഹെൽത്ത്, പാരസൈറ്റോളജി. ഓപ്ഷൻ ബി മൈക്രോബയോളജി, ന്യൂട്രീഷൻ, മെഡിസിൻ. ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി. ഓപ്ഷൻ ഡി നൺ. സിമ്പിൾ ആണ് അല്ലേ? നമ്മൾ പറഞ്ഞത് ഫുഡ് സേഫ്റ്റി അച്ചീവ് ചെയ്യണമെങ്കിൽ ഒരുപാട് ഡിഫറെന്റ് സെക്ടേഴ്സുകളിലത്തെ ഒരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ഉണ്ടായിരിക്കണം. നമുക്കറിയാം നമ്മളുടെ ഈ ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ സിലബസ് കണ്ടാലും നമുക്ക് ആ ഒരു ഡൈവേഴ്സിറ്റി കാണാൻ പറ്റും. പല സെക്ടേഴ്സുകൾ കൂടി ചേർന്നിട്ടാണ് ശരിക്കും എന്ത് ഫുഡ് സേഫ്റ്റി അറ്റൈൻ ചെയ്യുന്നത്. അതിപ്പോൾ അഗ്രികൾച്ചർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ വെറ്റിനറി സയൻസ് ആയിക്കോട്ടെ, ഡയറി ടെക്നോളജി ആയിക്കോട്ടെ, ഇങ്ങനെ പല സെക്ടേഴ്സുകൾ കൂടി ചേർന്നാൽ ദാറ്റ് മീൻസ് ഒരു മൾട്ടി സെക്ടറൽ എഫേർട്സ് ആണ് ഒരു ഫുഡ് സേഫ്റ്റി അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഏതാണ്? ഓപ്ഷൻ എ ടോക്സിക്കോളജി, ടോക്സിൻസിന്റെ കാര്യങ്ങളെ പറ്റി പഠിക്കുന്ന. ദെൻ അതുപോലെ തന്നെ ഹെൽത്ത് കൺസേൺസ്, ഹെൽത്തിൽ വരുന്നു. പാരസൈറ്റോളജി, പാരസൈറ്റിക് ഓർഗാനിസത്തിനെ പറ്റി പറയുന്നു. ദെൻ മൈക്രോബയോളജി, മൈക്രോ ഓർഗാനിസത്തിനെ പറ്റി പറയുന്നു. ദെൻ അതുപോലെ തന്നെ ന്യൂട്രീഷണൽ ആസ്പെക്ട്സ്, മെഡിസിനൽ ആസ്പെക്ട്സ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഒരു മൾട്ടി സെക്ടറൽ എഫേർട്സ് എടുക്കാറുണ്ട് ഫോർ അച്ചീവിങ് എ ഫുഡ് സേഫ്റ്റി കണ്ടീഷൻ. അപ്പൊ ഹിയർ ആൻസർ ഈസ് ബോത്ത് എ ആൻഡ് ബി. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് നമുക്ക് ഫുഡ് സേഫ്റ്റി അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. സിമ്പിൾ അല്ലേ? ഡയറക്റ്റ് ചോദ്യമല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 19. A larval nematode worm seen in striated muscles of pig infecting human beings after ingestion of such infected porkies. Option A Trichinella spiralis, option B Toxoplasma gondii, option C Trichuris trichura, option D Taenia soli.
2015 ഡയറക്റ്റ് ചോദ്യമാണ്. ഇതൊരു നെമറ്റോഡ് വേം ആണ്. ഇവിടെ എന്താണ് നെമറ്റോഡ് വേം എന്ന് പറഞ്ഞാൽ ഇത് സ്ട്രയേറ്റഡ് മസിൽസിലാണ് കാണുന്നത്. പിക്സിന്റെ സ്ട്രയേറ്റഡ് മസിൽസിലാണ്, പാരസൈറ്റുകളാണ് കേട്ടോ. നെമറ്റോഡ് വേംസ് പാരസൈറ്റുകളാണ്, ഇന്റേണൽ എൻഡോ പാരസൈറ്റ്സുകളായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് മസിൽസിലാണ് ഈ ഒരു ഓർഗാനിസം കാണുക. അപ്പൊ ഇതെന്ത് മസിൽസ് ആണല്ലോ മീറ്റ് ആയിട്ട് മാറുന്നത്. അപ്പൊ ഈ ഓർഗാനിസം എന്ത് ചെയ്യും, ഈ മസിലിനോടൊപ്പം വരികയും അത് ഇഞ്ചക്ട് ചെയ്യണത് മൂലം അത് കഴിക്കുന്ന ആൾക്ക് അസുഖം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഏതാണ് ആ പിഗിൽ കാണുന്ന നെമറ്റോഡ് വേം? ഹിയർ ആൻസർ ഈസ് ട്രൈക്കിനെല്ല സ്പൈറാലിസ്. ട്രൈക്കിനെല്ല സ്പൈറാലിസ് ആണ് ആ ഒരു ലാർവൽ നെമറ്റോഡ് വേം വിച്ച് കോസസ് ഫുഡ് ഇൻഫെക്ഷൻ ബൈ ദ കൺസംപ്ഷൻ ഓഫ് ഇൻഫെക്റ്റഡ് പോർക്ക് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളത് കഴിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രശ്നം. ബാക്കി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ടോക്സോപ്ലാസ്മ ഗോണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ട്രൈച്ചൂറിസും ഒരു പാരസൈറ്റിക് ഇൻഫെക്ഷൻ ആണ്. ടീനിയ സോളിയം ടീനിയ സാജിനേറ്റ് ഞാൻ പറഞ്ഞത് അത് ടേപ്പ് വേം ആണ്. ടേപ്പ് വേംസ് എന്തുണ്ടാക്കുന്നത്, നമ്മളുടെ പാരസൈറ്റിക് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്, ടീനിയാസിസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ടീനിയ സോളിയം പോർക്കിലുള്ള ടേപ്പ് വേം ആണ്. ടീനിയ സാജിനേറ്റ ആണ് ഇതിലുള്ളത്. സാജിനേറ്റ ബീഫ് ടേപ്പ് വേം എന്നാണ് അറിയപ്പെടുന്നത്. Here answer is Trichinella spiralis. Next question number 20. The predominant driver for the postmortem proteolysis and tenderization of meat. The predominant driver for postmortem proteolysis and tenderization of meat. Option A, lysosomal cathepsin. Option B, calpain system. Option C, heat shock system. Option D, proteosomes. ഇത് കുറച്ച് ഡീപ്പർ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 2021 സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിന് ചോദിച്ചതാണ്. നമുക്കറിയാം, ആഫ്റ്റർ പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ സ്ലോട്ടർ ചെയ്തതിന് ശേഷം എന്ത് നടക്കുന്നുണ്ട്, മസിൽസ് മീറ്റ് ആയിട്ട് മാറുന്നുണ്ട് അല്ലെ. ആ സമയത്തൊക്കെ നമ്മൾ സ്ലോട്ടർ ചെയ്തതിന് ശേഷം നടക്കുന്ന ഒരുപാട് പ്രോസസ്സുകളുണ്ട്. അതിലൊരു പ്രോസസ്സാണ് പ്രോട്ടിയോലൈസിസ്. പ്രോട്ടിയോലൈസിസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ്റെ ഡീഗ്രഡേഷൻ ആണ്. ഇവിടെ മെയിൻ ആയിട്ടുള്ള പ്രോട്ടീൻ എന്ന് പറയുന്നത് കാൽപെയിൻ ആണ്. ഇവിടുത്തെ പ്രോട്ടീൻ കാൽപെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോട്ടിയേസസ് അല്ലെങ്കിൽ പ്രോട്ടീനെ ഡീഗ്രേഡ് ചെയ്യുന്ന എൻസൈംസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യും, പ്രോട്ടിയോലൈസിസിന് വിധേയമാക്കി മാറ്റുന്നുണ്ട്. പ്രോട്ടിയോലൈസിസിന് വിധേയമാക്കുന്നത് ദർ ബൈ റിസൾട്ട്സ് ഇൻ ടു ദ ടെൻഡറൈസേഷനും സംഭവിക്കുന്നുണ്ട്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് കാൽപെയിൻ സിസ്റ്റം ആണ്. കാൽപെയിൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ ആണ്. ഈ പ്രോട്ടീനെയാണ് പോസ്റ്റ്മോർട്ടം പ്രോട്ടിയോലൈസിസിന് വിധേയമാക്കുന്നത്. അതുപോലെ തന്നെ ടെൻഡറൈസേഷൻ ഓഫ് മീറ്റ് ഈസ് ഡ്യൂ ടു ദി കാൽപെയിൻ സിസ്റ്റം. അപ്പോൾ ഇതാണ് നമ്മളുടെ കാൽപെയിൻ സിസ്റ്റം. ഒരു പ്രോട്ടീൻ ആണ്, അത് പ്രോട്ടിയോലൈസിസിന് വിധേയമാകുകയും മീറ്റ് മോർ ടെൻഡർ ആയി മാറുകയും ചെയ്യുന്നു. ഇതാണ് ഈ ചോദ്യത്തിന്റെ ആൻസർ. ഡീറ്റെയിൽഡ് ആയിട്ടെല്ലാം നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ കിട്ടുന്നതാണ്. ഇത്രയൊക്കെയാണ് നമ്മളുടെ ഒരു ഓൾ ടുഗദർ നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഏതൊക്കെ പോർഷൻസ് ആണ് കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടതെന്നും അതുപോലെ തന്നെ എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഈ വരുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഐഡിയ കിട്ടുന്ന ഒരു സെക്ഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസുകളുടെ ബേസ് ചെയ്തുകൊണ്ട് തിയറി ക്ലാസ്സുകളെല്ലാം വരുന്നതായിരിക്കും. അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഫോർ ദ ടൈം ബീങ് താങ്ക് യു സോ മച്ച്.